പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോള് പറഞ്ഞു സാക്ഷ്യം പറയുമ്പോൾ, അച്ഛൻ്റെ പ്രാർത്ഥന കൂടാതെ ഞങ്ങൾ പുറത്തിറങ്ങാറില്ലെന്ന്. അപ്പം അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യരല്ലേ ഈ പ്രാർത്ഥന കേൾക്കുന്നത്. ഞാൻ അവരെല്ലാം ഇപ്പോൾ സമയത്ത് ഓർക്കുകയാണ്. ഈ പ്രാർത്ഥന കാത്തിരുന്ന് ശിരസമിച്ച് ഈ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ നീ പോകുന്നിടത്തെല്ലാം ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടി ഞാൻ ഉണ്ടാകുന്ന ചില കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം ദൈവവേദനെ നിന്റെ ഉച്ചയും മൂർത്താവിൽ കർത്താവ് ചുംബിക്കുകയും തൻ്റെ അണിപ്പെടുതാകുന്ന അത്ഭുതകരം കൊണ്ട് നിന്റെ കൈകളെ കർത്താവ് ഷെയ്ക്കാൻഡ് ചെയ്യുകയും നിനക്ക് കർത്താവ് ആശംസകൾ നേർന്നുകൊണ്ട് നിന്റെ ജീവിത വഴികളിൽ നീ എവിടെ പോയാലും ആരെ കണ്ടാലും അവിടെ എല്ലാം കർത്താവ് നിറഞ്ഞു നിൽക്കാനും മാതാവിൻ്റെ മധ്യസ്ഥം നിനക്ക് ലഭിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷകളുടെ മേൽ അച്ഛൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൂടെ പാടുള്ള വിഷയങ്ങൾ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ ചെവി പറയും മാത്സ് ബോർഡാണ്, ഇംഗ്ലീഷ് ബോർഡാണ്, അത് കുറേ വിഷയങ്ങൾ പറയും. അപ്പം അവർക്ക് പേടിച്ചിട്ടാണ് അവർ പറയണത്. അങ്ങനെ പേടിയുള്ള കുഞ്ഞുങ്ങളെ ഞാൻ അമ്മയ്ക്ക് ഏൽപ്പിക്കുകയാണ് ഇപ്പോഴേ. അമ്മേ, അവിടെ കഴിവിനേക്കാൾ ഉപരി അവിടെ അമ്മയുടെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് കുഞ്ഞുങ്ങൾ ആ കടമ്പുകളെല്ലാം കടന്നു വരാൻ അവരെ അനുഗ്രഹിക്കണം. എന്തെല്ലാം പരീക്ഷകൾ, എന്തെല്ലാം ഇൻ്റർവ്യൂകൾ, എന്തെല്ലാം അഭിമുഖങ്ങളെല്ലാം നടക്കുമ്പോൾ അതിനെല്ലാം നീ പറയേണ്ട കാര്യങ്ങൾ എന്ത് പറയുമെന്ന് ഓർത്ത് മുൻകൂട്ടി ആലോചിച്ചു അത് ഉത്കണ്ഠപ്പെടേണ്ട. നീ പറയേണ്ടത് എന്താണെന്ന് ആ സമയത്ത് അറിവ് നൽകുന്നവർ എത്ര ഇൻ്റർവ്യൂ ആണ് കർത്താവേ. ഒന്നും ചോദിക്കാതെ വിടുകയും അതേസമയം ജോലി കൊടുക്കുകയും ചോദിക്കുമെന്ന് ഓർത്ത് ഭയപ്പെട്ട ചോദ്യത്തെ ചോദ്യകർത്താവ് വിഴുങ്ങിക്കളയുകയും നിന്നെ രക്ഷിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടാവട്ടെ. കർത്താവേ, വലിയ യാത്ര പോകുന്നവരെ ആശീർവദിക്കുന്ന ഈശോയെ, അവർ കയറുന്ന വിമാനം, ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ എത്രയും വേഗം അവസാനിച്ച് ലോകം സമാധാനപൂർണ്ണമാക്കണം കർത്താവ്. യുദ്ധം ചെയ്യുന്നവരറിയുന്നില്ല. എത്രയോ മനുഷ്യരുടെ യാത്ര മുടങ്ങി, എത്രയോ മനുഷ്യർ ജീവിതം തീർന്നു, എത്രയോ മനുഷ്യര് ഇനി ഒരു കാലത്തും പൊങ്ങി വരാത്ത രീതിയിൽ അവിടെ ബിസിനസ് തകർന്നു,
അവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റി ജീവിതത്തിനെ ഭ്രാന്തി പിടിച്ച പോലെയാകുന്നു. കർത്താവേ, അങ്ങനെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും യുദ്ധം മൂലം ഉണ്ടാകുന്ന കെടുതികളിൽ നിന്നും കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാടിന്റെ പുസ്തകം വരെ ഇഴഞ്ഞിടക്കുന്നൊരു മനുഷ്യനുണ്ട്. ഇഴഞ്ഞിടക്കുന്നൊരു ജീവി, അത് സർപ്പമാണ്. സർപ്പം വെളിപാടിന്റെ പുസ്തകത്തിലുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്, ലൂക്കാന്റെ പുസ്തകത്തിലുണ്ട്, മർക്കോസിന്റെ പുസ്തകത്തിലുണ്ട്. സർപ്പം എല്ലായിടത്തേക്കും നിറഞ്ഞിരിക്കുന്ന ബൈബിളിൽ. ഇവിടെ ഒരു വ്യത്യാസമുള്ള വെച്ച് കഴിഞ്ഞാലേ, ചിലര് സർപ്പം കയ്യിലെടുക്കും, ചിലര് സർപ്പത്തെ കയ്യിലെടുക്കും. ആ വ്യത്യാസമേ ഉള്ളൂ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ സർപ്പമുണ്ട് എല്ലായിടത്തും. ഇപ്പം ഈശോ പറയത്തില്ലേ, സർപ്പം, ഇപ്പം അവ പറയത്തില്ലേ, സർപ്പം എന്നെ വഞ്ചിച്ചു എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ വെളിപാടിന്റെ പുസ്തകത്തിലും സർപ്പമുണ്ട്. സർപ്പം നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾക്ക് ചിറക് നൽകപ്പെട്ടെന്ന് വെളിപാട് 12 പറയുന്നില്ലേ. പുരാതന സർപ്പം ഒന്ന് യോഹന്നാൻ വെളിപാടിൽ വിളിക്കുന്നുണ്ട്, പിശാചിനെ വിളിക്കണ. അപ്പം ഇതിന് ഈ സർപ്പത്തിനെ കൊണ്ട് പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തു വന്നതിന് ശേഷം സർപ്പത്തിനെ കൈകാര്യം ചെയ്യണ കാണാം. ക്രിസ്തു അപ്പോസ്തലന്മാർക്കൊരു അധികാരം കൊടുക്കും. അവർ എന്താണ്, ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും, ലൂക്ക 10:19, ഇതാ പാമ്പുകളുടെയും സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇനി മർക്കോസിന്റെ 16:18 വരുമ്പോഴും സർപ്പമുണ്ട്. മർക്കോസ് 16:18, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അപ്പൊ സർപ്പം കയ്യിലെടുത്തവരുമുണ്ട്, സർപ്പത്തെ കയ്യിലെടുത്തവരുമുണ്ട്, അല്ലേ? ഹവ്വാനെ സർപ്പം പറ്റിച്ച് കയ്യിലെടുത്തു, പിശാച് മനുഷ്യനെ കയ്യിലെടുത്തും. അതുപോലെ തന്നെ സർപ്പത്തെ കൈകാര്യം ചെയ്ത ആൾക്കാരുണ്ട്. അതിന് ആത്മീയ അധികാരം വേണമെന്നാണ് ഈശോ ലൂക്ക 10:9 പറയണം. സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല സത്യവും ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. കർത്താവിനോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് അനുഗ്രഹത്തിൽ നിന്ന്, അഭിഷേകത്തിൽ നിന്ന്, അധികാരത്തിലേക്ക് നമ്മൾ പടിപടിയായിട്ട് വളരും. അപ്പം അത് സ്പിരിച്വൽ സെൻസാണ്. ഇപ്പം സർപ്പം പോലെ ഇരിക്കണ, ഇപ്പം സർപ്പത്തിന് സ്വഭാവം എന്താ? പാവളിക്കണത് ഒന്നെങ്കിൽ ആൾക്കാരെ കൊത്താൻ, അല്ലെങ്കിൽ ഇര പിടിക്കാൻ. ഇപ്പം ചില അങ്ങനെയുള്ള സ്വഭാവമുള്ള മനുഷ്യരില്ലേ, അവർ 10 പൈസ ഒപ്പിക്കാൻ വേണ്ടിയാണ് അവർ എന്ത് നീചമായ കാര്യങ്ങളും ചെയ്യണവരുണ്ട്. പാവളിക്കണത് ഒന്നെങ്കിൽ ആൾക്കാരെ കൊത്താൻ, നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇര പിടിക്കാൻ.
രണ്ട് കാര്യം സർപ്പത്തിന് അറിയത്തുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നമ്മുടെ കമ്പനികളിലും സ്കൂളിലും എല്ലായിടത്തും നമുക്കിങ്ങനെയൊക്കെയുള്ള ഈ സ്വഭാവമുള്ള ആൾക്കാരെ കണ്ടെത്താൻ കഴിയും. അവരൊക്കെ പാരയും സൂചിയും ഒക്കെ വെക്കും പലതരത്തിൽ. അവർക്കത് അറിയത്തുള്ളൂ, അതാണ് വിഷയം. പക്ഷെ നമ്മളെ ഇതിനെ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കും, അവർക്കെതിരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെക്കും, ചില കേസുകളൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവത്തിനെ ഈ വിഷയത്തിൽ അഡ്രസ്സ് ചെയ്യിപ്പിക്കുകയാണ്, അഭിസംബോധന ചെയ്യിപ്പിക്കുക. അതിനെന്ത് ചെയ്യണം? കർത്താവിൻ്റെ നമ്മുടെ ആത്മീയ അധികാരം വർദ്ധിക്കണം. ആധ്യാത്മിക അധികാരം എന്ന് പറയുമ്പോൾ മരണം അർത്ഥവത്തായിട്ട് കർത്താവിനെ മരണം പ്രഖ്യാപിച്ചു, ഉയർപ്പി വിശ്വസിച്ചു, വിശ്വാസം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു, പിന്നെ വരവ് പ്രത്യാശിച്ചു. അങ്ങനെ വിശ്വാസ ദിവരഹസ്യങ്ങളെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അധികാരം വർദ്ധിക്കുന്നത്. ക്രിസ്തു നമ്മൾ ജീവിക്കാൻ തുടങ്ങണത്. അധികാരം വർദ്ധിക്കണമെന്ന് നമുക്ക് അധികാരം തരികയില്ല, ഒരു സർട്ടിഫിക്കറ്റ് തരികയില്ല, മറിച്ച് ഒരു അപ്പോയിൻമെൻറ്റും അല്ലത്. മറിച്ച് ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ ക്രിസ്തു നമ്മൾ ജീവിച്ചുകൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴാണ് അത് ഈശോ പറയണത്, ഞാനല്ല എൻ്റെ പിതാവാണ് എന്നിൽ പ്രവർത്തിച്ച് എന്നെ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ. അങ്ങനെ വരും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു അനുഗ്രഹ ലെവലിൽ നിന്ന് മാറി അഭിഷേക ലെവലിൽ വന്നു, അതിനേക്കാൾ ഉയർന്ന് അധികാര ലെവലിലേക്ക് വരണം. സർപ്പങ്ങളെ കീഴടക്കാൻ അതാണ് മാർഗം. അപ്പം നോൻപ് കാലം പറ്റിയൊരു കാലമാണ്. അതായത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തോട് നമ്മൾ മനസ്സായി യോജിച്ച് ജീവിതം കൊണ്ട് അതിനകത്ത് നിക്ഷേപിച്ച് കഴിയുമ്പോൾ ജീവിതത്തിന് കിട്ടുന്ന ഒരു ക്രിസ്തു വസിക്കുന്ന ഒരു സ്വാഭാവിക ശക്തി കിട്ടും. അപ്പോൾ പലരും സാക്ഷ്യം പറയുമ്പോൾ എന്താ പറയണത്? എൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ സഞ്ചാരി മാതാവ് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണവർ ഒറ്റയ്ക്കായിരിക്കും, വേറെ രാജ്യത്തായിരിക്കും, പക്ഷേ ദൈവം അവരുടെ കൂടെ ഉണ്ട്. ആ സിറ്റുവേഷൻ അവർ അധികാരത്തോടെ തന്നെ കൈകാര്യം ചെയ്യും. ഉടമ്പടി പോലെ മനുഷ്യൻ്റെ അധികാരം വർദ്ധിപ്പിക്കാൻ നല്ലത് ദൈവം വസിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാൻ ഏറ്റവും മാതൃകയായിട്ടുള്ളൊരു ദൈവിക പദ്ധതി തന്നെ ഉടമ്പടി. ഇനി ഉടമ്പടിയിലാണെങ്കിൽ അനുഗ്രഹത്തിന് തലം വിട്ട് അഭിഷേക തലം വിട്ട് അധികാരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിന്റെ ജീവിതം പുനഃക്രമീകരിക്കാൻ ദൈവം സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഒത്തിരി വചനങ്ങളിൽ ഒരു വചനമാണ് മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടു. എന്നുവെച്ചാൽ ദൈവത്തിൽ നിന്ന് ഒത്തിരിയേറെ നന്മകൾ ലഭിച്ച നമുക്ക് എന്തെങ്കിലും ഒരു ക്ലേശം വരുമ്പോൾ അത് എന്തുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന് ഒരു വിശ്വാസിയോടും കർത്താവിൻ്റെ വചനം ചോദിക്കുന്നതാണ്. എന്നൊക്കെ ഭാഗം വായിച്ച് കേൾക്കാം. ജോബ് 2:10. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ. ഇത് ജോബ് ചോദിക്കണല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ദൈവസ്നേഹത്തോടെയാണ് ദൈവജനത്തെ അനുധാവനം ചെയ്യുന്നതെങ്കിൽ ദൈവത്തിന് അധികാരമുള്ള വിശ്വാസികളുണ്ട്. ഇപ്പം ദൈവത്തിന് അധികാരമുള്ള വിശ്വാസികൾ. ഇപ്പം ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്, ജോബിനെ ദൈവം ജോബിൻ്റെ ജീവിതത്തിൻ്റെ മേലെ ദൈവം ഒരു സ്വന്തം വ്യക്തി അല്ലെങ്കിൽ ഒരു പടി എന്ന രീതിയിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ദൈവം അവൻ്റെ മേലെ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നുണ്ട്, സ്വന്തം ഒരു സ്വകാര്യ വസ്തുവിനെ പോലെ. അപ്പോഴേ അതുകൊണ്ടാണ് സാത്താനുമായിട്ടുള്ള ഡിസ്കഷൻ വരുന്നത്. സാത്താൻ നമുക്കറിയാലോ പ്രതീകാത്മകമാണ്. അതായത് സാധാരണ ഡിസ്കഷനിൽ ദൈവം അഭിമാനത്തോട് ചോദിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഒരു
അഭിമാനമാണ് ജോബ്. അതായത് നീ ഭൂമിയിൽ എൻ്റെ ദാസനായ ജോബിനെ കണ്ടോ? അതാണ് ചോദ്യം. വായിച്ചത് ആ ഭാഗം ഒന്ന് വായിച്ചത്. ജോബ് 2:3. ജോബ് 2:3. എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെ പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠന തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ? ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് അഭിമാനിക്കുന്നത് ബൈബിളിലെ ഒരു വല്ലാത്ത ഒരു പ്രമേയമാണ്. ഇത് നമ്മളുടെ ഒരു റെഫറൻസ് പോയിൻ്റാണ്. നമ്മളും ഇപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അയ്യോ എനിക്ക് അത് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കത്തില്ലേ? അതുപോലെ ഒരു ആഗ്രഹം ഒരു ദൈവ പൈതലിന് തോന്നിക്കും. എന്താണ്? ദൈവം ജോബിനെക്കുറിച്ച് പറഞ്ഞ പോലെ എന്നെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലെന്ന്. എന്താണ്? എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടോ? എന്നിട്ട് ജോബിൻ്റെ നിഷ്കളങ്കതയും നീതിനിഷ്ഠയും ഒക്കെ ആണ്. പക്ഷെ ആ നീതിനിഷ്ഠ എന്ന് പറയുമ്പോൾ നീതിനിഷ്ഠ എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ജോബിൻ്റെ നീതിനിഷ്ഠ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? അത് ഈ 2:10. എന്താണ്? ദൈവത്തിൻ്റെ കാര്യം വരുമ്പോഴും ഈ നീതിശാസ്ത്രം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിച്ച നമ്മൾ, അത് ഒന്നിനു വായിച്ചത് 2:10. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? അതാണ് നീതി എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ദാസനെ നീ കണ്ടു. ആ ഭാഗം ഒന്നിനു വായിച്ചേ. ജോബ് 2:3. ജോബ് 2:3 2:10 നമ്മളെ കണക്ഷൻ. എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെ പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ? ഇപ്പം എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീതിനിഷ്ഠ എടുത്ത് പറയുന്നുണ്ട്. ഈ നീതിനിഷ്ഠ ആധ്യാത്മികമൊക്കെ ദൈവവുമായിട്ടുള്ള ജീവിത ഇടപാടുകളിലും ഈ നീതി അവൻ സ്വയം സഹിച്ചുകൊണ്ട് നീതി തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതാണ് ചോദിക്കണത്. ദൈവത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി നന്മ സ്വീകരിച്ചവരാണ്. അപ്പം ദൈവത്തിൽ നിന്ന് എപ്പോഴെങ്കിലും തിന്മകൾ വരുമ്പോഴും നമ്മൾ അതിനെ എന്തുകൊണ്ടാണ് അലോസരപ്പെടുന്നത്? അതാണ് അവൻ്റെ നീതിബോധം എന്ന് പറയുന്നത്. ഇതൊരു ഉയർന്ന നിലവാരമുള്ള ഒരു മാനവികതയാണ് ജോബ് കാഴ്ചവെക്കുന്നത്. ആത്മീയത മാത്രമല്ല, ഒരു ആത്മീയ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ നിയമം അവതരിപ്പിക്കുന്ന ഒരു വലിയ ഒരു സങ്കല്പമല്ല, വലിയൊരു സ്റ്റാൻഡേർഡാണ് ആത്മീയ മനുഷ്യൻ. ഈ ആത്മീയ മനുഷ്യൻ ശരിക്കും വളർന്നു തുടങ്ങുന്നത് ജോബിലൂടെയാണ് വളർന്നു വരുന്നത്. ഇപ്പം എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ മസ്റ്റ് ബി നോട്ട് ടേക്ക് സോറോ ടു. മസ്റ്റ് എന്നല്ല എഴുതി, ഇംഗ്ലീഷിൽ കുറച്ചുകൂടി രസമാണ്. മസ്റ്റ് ബി നോട്ട് ടേക്ക് സോറോ ടു. ഞാൻ എൻ്റെ മനസ്സിലൊക്കെ ഞാൻ ആ വാക്ക് ഇങ്ങനെ ഇടക്ക് മനസ്സിലിങ്ങനെ വല്ലാതെ ചുമ്മാ കയറി വരും. ഈ നമ്മളൊക്കെ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ വാതിലെ മുട്ടിക്കൊണ്ടല്ലേ ഓരോ മുറി ചെല്ലുമ്പോൾ മറ്റുള്ളവരുടെ മുറി ചെല്ലുമ്പോൾ മുട്ടുകയല്ലേ. അപ്പം അതുപോലെ പക്ഷെ മുട്ടാതെ എൻ്റെ മനസ്സിൽ കയറി വരുന്നൊരു വാക്കാണിത്. അനുവാദം ചോദിക്കാതെ മുട്ടാതെയും എൻ്റെ മനസ്സിലോട്ട് കയറി വന്ന വാക്കാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടു. മസ്റ്റെന്നാണ് ഉപയോഗിച്ചിരിക്കണത്. അതാണ് വിഷയം. അപ്പം അതിനൊരു ഓപ്ഷൻ ഇല്ല. ഇതിനൊരു ഓപ്ഷൻ ഇല്ല.
അപ്പോൾ അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇതിനൊരു തിരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലില്ല? നമുക്ക് നന്മ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടില്ല. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ തിന്മയെന്നും പറഞ്ഞ സംഭവത്തെ സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാം സൃഷ്ടിച്ചും പാമ്പിനെ വരെ സൃഷ്ടിച്ചും പറഞ്ഞു എല്ലാം നല്ലതാണെന്ന് കണ്ടു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ലിപ്സി, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാളയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഓഗസ്റ്റ് 27 മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ തന്ന അനുഗ്രഹത്തിന് സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യമാണ്. 8 വർഷമായി എൻ്റെ മകൾക്ക് സ്കിൻ അലർജിയുണ്ട്. പല ഡോക്ടർമാരെയും കാണിച്ചിട്ട് ഒരു കുറവുണ്ടായില്ല. 2021 പകുതി എത്തിയപ്പോഴാണ് ലാസ്റ്റായിട്ട് ഞങ്ങളൊരു സ്കിൻ ഡോക്ടറെ കാണിച്ചത്. അതൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവളുടെ ബ്ലഡിൽ അലർജി കണ്ടമാനം ഉണ്ടെന്ന് പറഞ്ഞു. അതൊരു 8 മാസം ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഒരു 12 അലർജിയുടെ ഇഞ്ചക്ഷൻ വരെ എൻ്റെ മകൾക്ക് ചെയ്ത്. ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും ആ ഇഞ്ചക്ഷൻ്റെ ഡോസ് കഴിഞ്ഞപ്പോൾ തുടങ്ങി അവൾക്ക് പിന്നെയും ചൊറിച്ചലും, മേത്തൊക്കെ ആണെങ്കിൽ നിറച്ച് കറുത്ത കുരുക്കളും കറുത്ത പാടുമാണ്. കൈയുടെ ഷോൾഡറുമേയും പുറത്തും തൊടയമേയൊക്കെ ഭയങ്കര കുരുക്കളും കറുത്ത പാടുമായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് എൻ്റെ മോളുടെ സ്കിൻ അലർജി മാറാൻ വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിൽ നിന്ന് അവൾക്ക് രോഗസൗഖ്യം കിട്ടി. അവൾക്ക് ഞാൻ ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ, നേർച്ച ഉപ്പ് ഉടമ്പടി വെള്ളത്തിലിട്ട് കൊടുക്കുകയും തൈലം അവളുടെ പുറത്ത് പറ്റി വിശ്വാസപ്രമാണം ചൊല്ലി പുറത്ത് പറ്റി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവളുടെ സ്കിൻ അലർജി പൂർണ്ണമായിട്ട് മാറുകയും ചൊറിച്ചലും ശരിക്കും മാറി മാതാവ് അനുഗ്രഹിച്ച്. രണ്ടാമത്തെ നിയോഗം എനിക്ക് ഞങ്ങളുടെ സ്ഥലക്കച്ചവടം നടത്തി കിട്ടിയതിൻ്റെ പേരിൽ 6 വർഷമായി ഞങ്ങൾക്ക് സ്ഥലം വിൽക്കാൻ നോക്കണേ. സ്ഥലത്തിന് വഴിയും ഉണ്ട്, റോഡ് സൈഡിലുള്ള സ്ഥലമാണ്. പക്ഷെ അത് ഒരിക്കലും വിറ്റു പോണില്ല. 6 വർഷമായിട്ട് നോക്കിയിട്ട് ഉടമ്പടിയിൽ വെച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ആ സ്ഥലം വിറ്റുപോയത്. ഞാൻ അവിടെ ചെന്ന് വിശ്വാസപ്രമാണം ചൊല്ലി നേർച്ചൊപ്പിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, ഫെബ്രുവരി മാസം ലാസ്റ്റ് ഞങ്ങളുടെ സ്ഥലം കച്ചവടമാക്കി തരണമെന്നും അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഫെബ്രുവരി ലാസ്റ്റ് കച്ചവടം നടക്കുകയും കരാർ എഴുതുകയും ചെയ്തു. അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. മൂന്നാമത്തെ നിയോഗം ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത നിയോഗമാണ്. എൻ്റെ മൈഗ്രെയിൻ തലവേദന 35 വർഷമായിട്ടുള്ള മൈഗ്രെയിൻ തലവേദനയാണ് എനിക്ക് ബസ് യാത്രയും ചെയ്യാനും പറ്റില്ല, വെയിൽ കൊള്ളാനും പറ്റില്ല. അപ്പം എനിക്ക് ഭയങ്കര തലവേദനയാണ്. യാത്ര ചെയ്യുമ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തലവേദന കൊണ്ട് ഒരു രക്ഷയുണ്ടാവില്ല. പിന്നെ കുറച്ച് നേരം വണ്ടിയിൽ യാത്ര ചെയ്ത ഛർദിയും ഒക്കെയാണ് എനിക്ക്. അതുകൊണ്ട് ഒട്ടും എനിക്ക് പുറത്തേക്ക് പോകാനും പറ്റില്ല, വെയിൽ കൊള്ളാനും പറ്റില്ല. ഞാൻ ഉടമ്പടി തൈലമൊക്കെ ഇട്ട് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മൈഗ്രെയിൻ തലവേദന മാറുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് കൊച്ചുറാണി. ഞാൻ മലയാറ്റൂരിൽ നിന്ന് വരുന്നു. ഞാൻ 22/4/2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. അതിനകത്ത് എനിക്ക് 5 നിയോഗങ്ങളും അമ്മ മാതാവ് എനിക്ക് നടത്തി തന്നു. അതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയിൽ വെച്ചത് എനിക്ക് കുറേ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശ്വാസം മുട്ടൽ, ഞാൻ ഇൻഹെയിലർ വലിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പിന്നെ നടുവിന് വേദന, കാലുവേദന, അങ്ങനെ കുറേ അസുഖങ്ങളായിരുന്നു. അപ്പോൾ അതെല്ലാം മാറണമെന്നായിരുന്നു വിചാരിച്ചു. അത് നിയോഗം വെച്ചു. പിന്നെ
എനിക്ക് ഇവിടെ ഒരു ചെറിയ വരുമാനത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് 2 മക്കളാണ്, ചേട്ടനില്ല. അപ്പം മകള് നേഴ്സിങ്ങിന് പഠിക്കാനായിട്ട് പോയപ്പോൾ എൻ്റെ കയ്യിൽ സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലും ഇച്ചിരി കൂടി വരുമാനമുള്ള ഒരു ജോലി ലഭിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. പിന്നെ മോളുടെ വിദ്യാഭ്യാസ ലോണിന് വെച്ചിട്ട് അത് എനിക്ക് പാസ്സായി കിട്ടില്ലായിരുന്നു. ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ അത് റിജക്റ്റ് ചെയ്തു. രണ്ടാമത്തെ ഒരു ബാങ്കിൽ വെച്ചു. അവരത് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ആ പേപ്പർ മാറ്റി മാറ്റി വെച്ചതല്ലാതെ നമുക്ക് പാസ്സാക്കി തരുന്നുണ്ടായിരുന്നില്ല. അത് പിന്നെ എനിക്ക് കടബാധ്യത മാറണമെന്നായിരുന്നു. പിന്നെ മോനൊരു വിദേശത്തൊരു ജോലി ലഭിക്കണമെന്നായിരുന്നു. അപ്പം ഇവിടെ ഞാൻ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്ത് പോയി പത്രമൊക്കെ വാങ്ങിച്ചിട്ട് പോയി